കൊല്ലം ശാസ്താംകോട്ട വെസ്റ്റ് കല്ലട LP സ്കൂളിൽ അടുക്കള പച്ചക്കറിത്തോട്ടം നിർമ്മാണോദ്ഘാടനം നടന്നു. പച്ചക്കറിത്തോട്ടം ഒരുക്കിയത് ചിന്ത ലൈബ്രറിയുടെ സഹായത്തോടെ. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഡോക്ടർ C ഉണ്ണികൃഷ്ണൻ നിർമ്മാണോദ്ഘാടനം നിർവഹിച്ചു. തൃശൂർ പുന്നയൂർ ഗ്രാമപഞ്ചായത്തിൽ തെങ്ങിന് തടം മണ്ണിന് ജലം പദ്ധതിക്ക് തുടക്കമായി. ഭൂജലനിരപ്പ് ഉയരുന്നതിന് സഹായകരമായ ജലസംഭരണ പദ്ധതി NK അക്ബർ MLA ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ പഞ്ചായത്ത് പ്രസിഡന്റ് TV സുരേന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. 38ാമത് കേരള സ്റ്റേറ്റ് വെയ്റ്റ് ലിഫ്റ്റിംഗ് ഇന്റർ ക്ലബ് ചാമ്പ്യൻഷിപ്പിൽ കേരള പോലീസ് ചാമ്പ്യന്മാരായി. തൃശൂർ സിറ്റിയിൽ നിന്നും പങ്കെടുത്ത 3 പേരിൽ വിജിൽ CD 61 കിലോ വിഭാഗത്തിൽ വെങ്കല മെഡലും സ്റ്റിജോ ജോസും അരുൺ KHും സിൽവർ മെഡലും കരസ്ഥമാക്കി. ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുത്തത് 400-ലധികം മത്സരാർത്ഥികൾ. തൃശൂർ വടക്കാഞ്ചേരിയിൽ നിയന്ത്രണം വിട്ട കാർ പാടത്തേക്ക് മറിഞ്ഞ് വയോധിക മരിച്ചു. മരിച്ചത് ചേലക്കര പട്ടാനിപ്പറമ്പിൽ സൂസമ്മ വർഗീസ്. ക്യാൻസർ രോഗിയായ സൂസമ്മയുടെ ചികിത്സാർത്ഥം മെഡിക്കൽ കോളേജിലേക്കുള്ള യാത്രാ മധ്യേയാണ് അപകടം. സീതാറാം മിൽദേശം പുലിക്കളി സംഘാടക സമിതി ഓഫീസ് ഉദ്ഘാടനം റവന്യൂ മന്ത്രി അഡ്വക്കേറ്റ് K രാജൻ നിർവഹിച്ചു. കോർപ്പറേഷൻ കൗൺസിലർ AK സുരേന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ കയ്പമംഗലം ബക്കർ ഫൗണ്ടേഷൻ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്കുള്ള സംഭാവന മന്ത്രി K രാജന് കൈമാറി. തൃശൂർ പുന്നയൂർ ഗ്രാമപഞ്ചായത്തിൽ ഹരിത കേരള മിഷന്റെ ദേവഹരിത പദ്ധതിക്ക് തുടക്കം. 4 ഏക്കറോളം വരുന്ന സ്ഥലത്ത് ഔഷധ സസ്യ ബോർഡിൽ നിന്നും HDFC ബാങ്ക് വഴിയും ലഭ്യമായ തൈകൾ നട്ടുകൊണ്ടും എള്ളുവിത്ത് വിതച്ചുകൊണ്ടും തുടക്കം കുറിച്ചു. പദ്ധതി ഗുരുവായൂർ നിയോജക മണ്ഡലം MLA NK അക്ബർ ഉദ്ഘാടനം ചെയ്തു. കൊല്ലം കടക്കലിൽ വ്യാപക മോഷണം നടന്നത് പ്രദേശത്തെ 5 കടകളിൽ നിന്ന് മോഷണം പോയത് 60,000 രൂപ. ഓണക്കാലമായതോടെ പ്രദേശത്ത് മോഷണം വർദ്ധിച്ചതായും പരാതി. ഭാരത സർക്കാർ തപാൽ വകുപ്പ് പറവൂർ സബ് ഡിവിഷന്റെ ആഭിമുഖ്യത്തിൽ ഏകദിന തപാൽ മേള സംഘടിപ്പിച്ചു. മേള സംഘടിപ്പിച്ചത് പോസ്റ്റ് ഓഫീസ് സേവനങ്ങൾക്ക് ജനങ്ങൾക്കരികിലേക്കെന്ന സന്ദേശവുമായി. തപാൽ മേള പറവൂർ തഹസിൽദാർ ടോമി സെബാസ്റ്റ്യൻ ഉദ്ഘാടനം ചെയ്തു. ആലപ്പുഴ എടത്തുവയിൽ ഗ്രീൻ കമ്മ്യൂണിറ്റി സ്ഥാപകൻ ആന്റപ്പൻ അമ്പിയായത്തിന്റെ 50ാം ജന്മദിനം ആചരിച്ചു. ആന്റപ്പൻ അമ്പിയായം സ്മാരക സമിതിയുടെയും കുട്ടനാട് നേച്ചർ സൊസൈറ്റിയുടെയും നേതൃത്വത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചത്. ചമ്പക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ജിൻസി ജോളി പരിപാടി ഉദ്ഘാടനം ചെയ്തു. കൊല്ലം പോരുവഴി ഗ്രാമപഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ കർഷക സംഘടനകളുടെ പ്രതിഷേധം. കാട്ടുപന്നി ശല്യം രൂക്ഷമായതിനെ തുടർന്ന് ഇടതുപക്ഷ കർഷക സംഘടനകളാണ് പ്രതിഷേധം സംഘടിപ്പിച്ചത്. പ്രതിഷേധം അമ്പിളിക്കുട്ടൻ ഉദ്ഘാടനം ചെയ്തു. തൃശൂർ കൊടുങ്ങല്ലൂർ ശ്രീകുറുമ്പ ഭഗവതി ക്ഷേത്രത്തിൽ കരനെൽ കൃഷി വിളവെടുപ്പ് നടത്തി. ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഡോക്ടർ MK സുദർശനൻ നെൽക്കതിർ കൊയ്ത് വിളവെടുപ്പ് ഉദ്ഘാടനം ചെയ്തു. മലപ്പുറം പൊന്നാനി അഴിമുഖത്ത് മത്സ്യബന്ധന വള്ളം മറിഞ്ഞ അപകടം. വള്ളത്തിലുണ്ടായിരുന്നവരെ മത്സ്യത്തൊഴിലാളികളെയും കോസ്റ്റൽ പോലീസും ഫിഷറീസ് റെസ്ക്യൂ ടീമും ചേർന്ന് രക്ഷപ്പെടുത്തി. കോട്ടയം വൈക്കത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന കേര കർഷക സംഗമത്തിന് തുടക്കം. ചടങ്ങ് കേരള കോൺഗ്രസ് ചെയർമാൻ PJ ജോസഫ് ഡെപ്യൂട്ടി ചെയർമാൻ തോമസ് ഉണ്ണിയാടിന് തെങ്ങിൻ തൈ നൽകി ഉദ്ഘാടനം ചെയ്തു. കർഷക താൽപര്യങ്ങൾ സംരക്ഷിക്കുവാൻ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ അടിയന്തര ഇടപെടൽ വേണമെന്നും ചടങ്ങിൽ ആവശ്യപ്പെട്ടു. രാജസ്ഥാനിൽ വ്യോമസേനയുടെ MiG-29 വിമാനം തകർന്നു വീണു. അപകടം തിങ്കളാഴ്ച രാത്രി ബർമറിന് സമീപം. പൈലറ്റ് രക്ഷപ്പെട്ടു. പതിവ് പരിശീലന പറക്കലിനിടെ ഉണ്ടായ സാങ്കേതിക തകരാറാണ് അപകട കാരണം. ഇടുക്കി ചെറുതോണി അണക്കെട്ടുകൾ ജനങ്ങൾക്ക് സന്ദർശിക്കാൻ അനുമതി. ഉത്തരവ് 3 മാസത്തേക്ക്. ഒരേ സമയം 20 പേർക്ക് മാത്രം പ്രവേശനം.